നാളെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു സർപ്രൈസ് പൊട്ടിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മധ്യ കേരളത്തിൽ BJP ഒരു ശ്രദ്ധേയ നീക്കം നടത്തിയിരിക്കുന്നു. നിയമപരമായി നിർബന്ധമാക്കപ്പെട്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് വിനിയോഗത്തിന് രാഷ്ട്രീയ സാധ്യതകൾ കണ്ടെത്തിയ കോർപ്പറേറ്റ് കൗശലത്തിന്റെ ഉൽപ്പന്നമായിരുന്നു 2020 എന്ന കൂട്ടായ്മ. ഫ്രീബീസ് രാഷ്ട്രീയം കൊണ്ട് ചുരുങ്ങിയ സമയത്തിനകം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള സാബു എം ജേക്കബിന്റെ 2020 ഇന്ന് NDA മുന്നണിയിൽ ചേർന്നു. മാരാർജി ഭവനിൽ സാബു ജേക്കബും രാജീവ് ചന്ദ്രശേഖറും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുന്നണി പ്രവേശനം പ്രഖ്യാപിച്ചത്. കാവ്യ രാഷ്ട്രീയം കോർപ്പറേറ്റ് കൗശലവുമായി കൂട്ടുകൂടുമ്പോൾ എന്താണ് കുന്നത്ത് നാട്ടിലും 2020 സ്വാധീനമുള്ള അയൽ ദേശങ്ങളിലും സംഭവിക്കുക എന്ന് നോക്കുകയാണ് അവരുടെ രാഷ്ട്രീയ എതിരാളികൾ. 2020യുടെ കാഴ്ചപ്പാടുകളും മോദി സർക്കാരിൻ്റെ നയങ്ങളും തമ്മിലുള്ള സാമ്യം ഉയർത്തിക്കാട്ടി സൗജന്യങ്ങൾ നൽകിയും വികസന രാഷ്ട്രീയം പറഞ്ഞും ഇനിയും വോട്ടർമാരെ സ്വാധീനിക്കാനാവുമോ സാബു എം ജേക്കബിന് എന്നും അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ചോദിക്കുന്നു. കാണാം RDX റാപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിയാണ് സാബു എം ജേക്കബിന്റെ അതിവേഗത്തിലുള്ള NDA പ്രവേശനത്തിന് പിന്നിലെ കാരണം. 4 പഞ്ചായത്തിൽ അധികാരമുണ്ടായിരുന്ന 2020 രണ്ടിടത്തേക്ക് ഒതുങ്ങി. പലയിടത്തും LDFും UDFും ഒന്നിച്ചാണ് 2020യെ നേരിട്ടത്. സാബു എം ജേക്കബിന്റെ വ്യവസായ സംരംഭങ്ങൾ പ്രവർത്തിക്കുന്ന കിഴക്കമ്പലത്ത് ഭരണം തുടരാൻ കഴിഞ്ഞുവെങ്കിലും സീറ്റെണ്ണത്തിൽ കുറവ് വന്നു. ഐക്യരനാട് മാത്രമാണ് 2020ക്ക് പഴയ പ്രതാപത്തോടെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. മഴവന്നൂർ, കുന്നത്തുനാട് പഞ്ചായത്തുകളിലെ ഭരണം നഷ്ടമായെന്ന് മാത്രമല്ല, ആകെയുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തും കൈവിട്ടുപോയി. ജില്ലാ പഞ്ചായത്തിലേക്കും ആരെയും വിജയിപ്പിച്ചെടുക്കാനായില്ല. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിഞ്ഞാണ് BJPയുമായി കൂട്ടുകൂടാനുള്ള തീരുമാനത്തിലേക്ക് സാബു എം ജേക്കബ് എത്തുന്നത്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിന് പുറമെ പെരുമ്പാവൂർ മണ്ഡലവും BJP 2020ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. 2020യുടെ ചുവടുമാറ്റത്തിന് പിന്നാലെ തദ്ദേശ ജനപ്രതിനിധികളെ UDFിനൊപ്പം നിർത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. RDX റാപ്പ്, ന്യൂസ് മലയാളം. പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ തീരുമാനമാണ് എടുത്തത് എന്ന് സാബു ജേക്കബ് പറഞ്ഞു. നാട് കട്ടുമുടിക്കുന്നത് കണ്ട് മനംമടുത്താണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. 2020യെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് എങ്ങനെ കേരളത്തെ മാറ്റാമെന്ന് കാണിച്ചു കൊടുക്കാനായാണ് ഇപ്പോൾ NDAയിൽ ചേർന്നതെന്നും സാബു ജേക്കബ് പറഞ്ഞു. കാണാം. ഞങ്ങളെ ഇല്ലാതെയാക്കണമെന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം, മോഡി സർക്കാരിനോടൊപ്പം, അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. 2020 കേരള രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ട വികസനം നടപ്പാക്കുന്ന പാർട്ടിയാണ് 2020. അദ്ദേഹം ഇവിടെ തുടരേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ പറഞ്ഞു. NDAന്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് NDAന്റെ ആവശ്യമാണ്, എല്ലാ മലയാളികളുടെ ആവശ്യമാണ്. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം. വികസിത കേരളത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്റ്റീവും തുടരുന്നതെന്ന് ഞങ്ങളെല്ലാവരും ആവശ്യമാണ്, നാടിൻ്റെ ആവശ്യമാണ്. വ്യക്തിപരമായ നേട്ടങ്ങൾ എവിടെയുണ്ടോ അതാണ് സാബു ജേക്കബിന്റെ രാഷ്ട്രീയമെന്ന് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ വിമർശിച്ചു. 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധോഗതി ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം ബാന്ധവങ്ങളൊന്നും ഇനി വിലപ്പോവില്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും ശ്രീനിജൻ ഇതോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. സാബു ജേക്കബിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾ എവിടെയുണ്ടോ അതാണ് സാബു ജേക്കബിന്റെ രാഷ്ട്രീയം. ഞാൻ അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ടല്ല എതിർത്തിരുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെയാണ് ഞാൻ ഇതുവരെ എതിർത്തിരുന്നത്. അത് ഇനിയും തുടരും. സ്വയം ഇല്ലാതാകാനുള്ള സ്വയം ഒരു കുഴിയിലേക്ക് അദ്ദേഹം ഇപ്പോൾ ചാടിയിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹം 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധോഗതി ആരംഭിച്ചിരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് പാർട്ടി 2020യുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഈ സംഭവത്തിന് ശേഷം പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. ചാണകക്കുഴിയിലേക്ക് കാലെടുത്ത് വെച്ച സാബു ചാണകക്കുഴിയിലേക്ക് തന്നെ പോകും. കുന്നത്ത് നാട്ടിലെ ജനങ്ങളോട് സാബു എം ജേക്കബ് മാപ്പ് പറയണമെന്നും മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടു. അതിലേക്ക് തൻ്റെ കമ്പനിയെ രക്ഷപ്പെടുത്താൻ ജനങ്ങളുടെ വോട്ട് പണയപ്പെടുത്തിയ സാബു ജേക്കബ് കുന്നത്ത് നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാകണം. ഈ പാവപ്പെട്ട ആളുകളെ BJPയുടെ RSSന്റെ ആലയങ്ങളിൽ കൊണ്ടുവന്ന് കെട്ടാൻ സാബു എത്ര പണം ചെലവഴിച്ചാലും ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച്
ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 2020 പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ തയ്യാറാകില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രാദേശികമായി അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ നൽകുന്ന മറുപടി. ഇനി നമുക്ക് മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കാം. 2020 എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഒരു അത്ഭുതമായിട്ടാണ് വന്നത്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്ന രീതിയിലേ അല്ല 2020 വന്നത് എന്ന് നമ്മൾ ഓർക്കണം. 2013 കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ CSR ഫണ്ട് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ 2020 എന്ന പിന്നീട് രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയ ഈ സംഭവത്തിൻ്റെ ആരംഭം. കിഴക്കമ്പലം പഞ്ചായത്തിനെ വികസിത ഗ്രാമമാക്കി മാറ്റുക എന്ന ലക്ഷ്യമായിരുന്നു അവർക്കുണ്ടായിരുന്ന പഞ്ചായത്തിൽ മാത്രം. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ഈ 2020 വിജയിച്ചത്. 2020 കിഴക്കമ്പലത്തിന് പുറമെ 3 പഞ്ചായത്തുകൾ, സമീപ പഞ്ചായത്തുകൾ 2020 പിടിച്ചെടുത്തു, അവർ വികസിച്ചു. ഭരണം പിടിച്ചത് ഐക്കരനാട്, കുന്നത്തുനാട്, മഴുവന്നൂർ പഞ്ചായത്തുകളിലായിരുന്നു എന്ന് നമുക്കറിയാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ മണ്ഡലങ്ങളിലും മത്സരിക്കുകയുണ്ടായി ഈ പാർട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് വെച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 നല്ല തിരിച്ചടി നേരിടുകയാണ് ഉണ്ടായത്. ഭരണത്തിലുണ്ടായിരുന്ന 4 പഞ്ചായത്തുകളിൽ ഒപ്പം നിന്നത് 2 പഞ്ചായത്ത് മാത്രമാണ്, 2 കൈവിട്ടു. കുന്നത്തുനാടും മഴുവന്നൂരും 2020 നിന്ന് UDF തിരിച്ചു പിടിച്ചു. അവരുടേതായിരുന്നു പഞ്ചായത്ത്, ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഐക്കരനാടും കിഴക്കമ്പലവും 2020 പക്ഷേ ഇപ്പോഴും നിലനിർത്തുകയാണ്. 4-ൽ 2 ഇപ്പോൾ അവർക്കൊപ്പം ഉണ്ട്. LDFിൻ്റെ കോട്ടയായ തിരുവാണിയൂർ പഞ്ചായത്ത് 2020 പിടിച്ചെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഭരിച്ചിരുന്ന ഏക ബ്ലോക്ക് പഞ്ചായത്ത് വടവുകോട് 2020 നഷ്ടമാവുകയാണ് ഉണ്ടായത്. ഏക ബ്ലോക്ക് പഞ്ചായത്തായിരുന്നു വടവുകോട്, അത് 2020 നഷ്ടമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തിരിച്ചടിയാണ് ഉണ്ടായത്. അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഡാറ്റ, വിശദാംശങ്ങൾ. നമുക്ക് ഒപ്പം സൈഫുന്നിസ ചേരും വിശദാംശങ്ങൾ. സൈഫുന്നിസിലേക്ക് പോയതിനു ശേഷം മറ്റു കാര്യങ്ങൾ കൂടെ നമുക്ക് പരിശോധിക്കാം. സൈഫുന്നിസ, ഇതിപ്പോൾ ഇതിൻ്റെ പ്രഖ്യാപനം നമ്മൾ കണ്ടു, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാം. ഈ ഡാറ്റാ ഷീറ്റിൽ അതിൻ്റെ കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഇതുവരെ ഒരു അരാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് വ്യവഹരിക്കപ്പെട്ടിരുന്ന, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മുന്നണികളോടൊന്നും ചായ്വില്ലാതിരുന്ന, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്നു എന്ന് പുറത്ത് പറയാൻ താല്പര്യപ്പെട്ടിരുന്ന ഈ പാർട്ടി NDAയിലേക്ക് BJPയുടെ ഘടകകക്ഷിയായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക? സനീഷ്, തീർച്ചയായും ഇതിൻ്റെ നിലനിൽപ്പ് എന്താകും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്. കാരണം 2020 വല്ലാതെ ഭയപ്പെടുന്നുണ്ടായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം. കാരണം അവർക്ക് മുന്നിലുണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ അവരുടെ കൈവിട്ടുപോയി, മറ്റ് 2 പഞ്ചായത്തുകൾ കിട്ടി. അതിലൊന്ന് കിട്ടിയത് പോലും നറുക്കെടുപ്പിലൂടെയാണ്, പുതൃക്ക പഞ്ചായത്ത് കിട്ടിയത്. അതേസമയം വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് നഷ്ടപ്പെടുന്ന കാഴ്ചയും കണ്ടു. അതിൽ തന്നെ 2 അംഗങ്ങൾ പിന്തുണച്ചതുകൊണ്ട് പുത്തൻകുരിശ് പഞ്ചായത്ത് കോൺഗ്രസ് UDFന് ഭരിക്കാനും ലഭിച്ചു. അപ്പോൾ വലിയ രീതിയിൽ അവർക്ക് ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഒപ്പം തന്നെ പഴയ രീതിയിലുള്ള ഒരു ജനസമ്മതി ഇല്ലാതാകുന്നു. ജനങ്ങളിലേക്ക് പല രീതിയിലുള്ള സഹായങ്ങളും എത്തിച്ചു നൽകിയിരുന്നു, അത് കഴിയാതെ വരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും വന്നതോടുകൂടി ഇനി മുൻപിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെയുമാണ് ഇപ്പോൾ NDAയിലേക്ക് 2020 ചേക്കേറുകയും ചെയ്തത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം അവിടെയുള്ളത് ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള സ്ഥലമാണ്. ഇത്രയും നാളും പറഞ്ഞിരുന്ന അരാഷ്ട്രീയവാദം മുൻനിർത്തിക്കൊണ്ട് പ്രചാരണവും പ്രവർത്തനവും നടത്തിയിരുന്ന ഒരു പാർട്ടി പെട്ടെന്ന് NDA പോലുള്ള ഒരു മുന്നണിയിലേക്ക് ചേക്കേറുമ്പോൾ അത് എങ്ങനെ പ്രവർത്തകർക്ക് മുന്നിലും ഒപ്പം തന്നെ ഭാരവാഹികൾക്ക് മുന്നിലും വോട്ടർമാർക്ക് മുന്നിലും ഒക്കെ അവതരിപ്പിക്കപ്പെടും, അതല്ലെങ്കിൽ അവരെങ്ങനെ അത് സ്വീകരിക്കപ്പെടും എന്നുള്ളതിൽ ഇപ്പോഴും വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2020 ഇപ്പോൾ NDAയിലേക്ക് പോയ അത്രയും ഈസിയായി തിരിച്ച് കുന്നത്തുനാട്ടിലേക്ക് എത്തി പ്രവർത്തനങ്ങൾ നടത്താനാകില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ്. ആ വോട്ടുകളെല്ലാം തന്നെ ഇനി മറിയും. അതുകൂടാതെ തന്നെ ഇപ്പോൾ 2020 നിൽക്കുന്ന പലരും പഞ്ചായത്ത് അംഗങ്ങളടക്കം കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം ആ രീതിയിലുള്ള ചർച്ചകൾ DCCയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ആരെയും അങ്ങനെ RSS പാളയത്തിൽ കൊണ്ടുപോയി പിടിച്ചു കെട്ടാമെന്ന് സാബു എം ജേക്കബ് വിചാരിക്കേണ്ട. അവരെ എന്ത് വില കൊടുത്തും കോൺഗ്രസ് സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. അതായത് ചില ചർച്ചകളും ധാരണകളും എല്ലാം തന്നെ ഇപ്പോൾ തന്നെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുവാനായി. ഇനിയിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ 2020 ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 അത്ര വലിയ സ്വാധീനമുള്ള സ്ഥലമൊന്നുമല്ല നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് നോക്കുമ്പോൾ പോലും. പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് PV ശ്രീനിജനെ പരാജയപ്പെടുത്താൻ NDAയോടൊപ്പം ചേർന്ന് സാധിക്കുമോ എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഭാവിയിലേക്കുള്ള ഒരു നിലനിൽപ്പും കൂടിയാണ് മുന്നിൽ കാണുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ
2020 മുൻപിൽ നിൽക്കുകയാണ്. നേരത്തെ നൽകിയിരുന്നത് പോലുള്ള സഹായങ്ങളൊന്നും തന്നെ വീടുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. കൂടെ നിന്ന പ്രവർത്തകർ പോലും പിരിഞ്ഞു പോകുന്നു. പലരും പുതുതായി വരുന്നുണ്ടെങ്കിൽ പോലും അവർ മാസങ്ങൾക്കകം തന്നെ വിട്ടുപോകുന്നു. നേരത്തെ തന്നെ BJP-യിലേക്ക് പോകുന്നു എന്നുള്ള ചില ധാരണകളും സൂചനകളും എല്ലാം തന്നെ ലഭിച്ചപ്പോൾ അങ്ങനെ വിട്ടുപോയവരുണ്ട്. BJP-ക്ക് വേണ്ടി സർവേ നടത്തുന്നു എന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരോപണം ഉന്നയിച്ച് അവിടെ നിന്ന് പോയവരുണ്ട്. അങ്ങനെ പല രീതിയിലും വർഗീയ പാർട്ടികളോട് സമരസപ്പെടുന്നു 2020 എന്ന് മനസ്സിലാക്കി വിട്ടുപോയവർക്കുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ വോട്ടർമാരെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഇനി 2020-യുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വലിയ ചോദ്യചിഹ്നമാവുകയാണ്. നേരത്തെ ഷിയാസ് പറഞ്ഞതുപോലെ തന്നെ ഈ പണത്തിൻ്റെ ഹുങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് മുന്നിലുള്ള ഒരു ഉത്തരമാണ് ഈ 2020-യുടെ ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ പോലും കോൺഗ്രസ് നാളെ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പ്രചാരണമായിരിക്കും. നാളെ ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴാണല്ലോ അതിന് തൊട്ട് തലേ ദിവസമാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. ഒരു ദിവസം മുമ്പ് ആണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ BJP-ക്ക് ഇതിനകത്തുള്ള നേട്ടം എന്താണ്? യഥാർത്ഥത്തിൽ ആ ഭാഗത്ത് നേരത്തെ തന്നെ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളോ BJP-ക്ക് വോട്ടുള്ള ഇടങ്ങളോ ഏതെങ്കിലും നിരക്ക് അവരുടെ നിയമസഭാ മോഹങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ഒരല്പം ശക്തി കൊടുക്കാവുന്ന നില ഈ 2020-ക്ക് BJP-ക്ക് നൽകാനായിട്ടുണ്ടോ? ഇപ്പോൾ BDJS ആണ് അവർക്കിപ്പോൾ ഉള്ള മറ്റൊരു കക്ഷി. BDJS-നേക്കാൾ ശക്തിയുള്ള പാർട്ടിയാണ് ഈ 2020 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം BDJS-നുള്ളതിനേക്കാൾ കൂടുതലൊരു ഓൾ കേരള സംസാര വിഷയമാകാനുള്ള ശേഷിയും രാഷ്ട്രീയ ശക്തിയല്ല സംസാര വിഷയമാകാനുള്ള ശേഷി 2020-ക്കുണ്ട്. ഒപ്പം ആ പറയുന്ന പഞ്ചായത്തുകളിൽ ഇദ്ദേഹത്തിനൊരു ശക്തി നേരത്തെ ഉണ്ടായിരുന്നതാനും. അപ്പോൾ ആ നിലക്ക് BJP-ക്ക് NDAക്ക് എന്തെങ്കിലും ഗുണം ഇവരെ കൊണ്ടുവന്നുകൊണ്ട് ഉണ്ടാകാനിടയുണ്ടോ? പ്രധാനമായും മധ്യ കേരളത്തിൽ BJP-ക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കുമെങ്കിൽ അതിന് സാധിക്കാൻ കഴിയുന്നൊരു മണ്ഡലം എന്ന രീതിയിൽ മാത്രമാണ് അവർ കുന്നത്തുനാടിനെ കാണുന്നത്. അങ്ങനെ ആ ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 2020-യുമായി അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കുന്നതെന്ന് വേണം മനസ്സിലാക്കുവാൻ. കാരണം 2020 ആണ് ആ ഭാഗത്തുള്ളതിൽ, അതായത് എറണാകുളത്തിൻ്റെ മധ്യഭാഗത്താണ് 2020-യുടെ പ്രവർത്തനം. ആ ഭാഗത്തുള്ള 4 പഞ്ചായത്തുകൾ അവരുടെ ഒപ്പമുണ്ട്. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്തിൽ 2 ഡിവിഷനുകൾ ഉണ്ടായിരുന്നു. അത്തരം രീതിയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന പാർട്ടിയാണ്. ഇത്തവണ അതിൽ വലിയ രീതിയിൽ അവർക്ക് കാലിടറിയിട്ടുണ്ടെങ്കിൽ പോലും ആ സ്വാധീനം NDAക്ക് ഗുണം ചെയ്യുമോ അല്ലെങ്കിൽ BJP-ക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് BJP നോക്കിക്കാണുന്നത്. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടൊരു നീക്കമാണ് ഇപ്പോൾ 2020-യെ കൂടെ നിർത്തുന്നതിലൂടെ BJP ലക്ഷ്യം വെക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത് എത്രത്തോളം തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത് വോട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് ചോദ്യം സനീഷ്. കാരണം ഇന്ന് വരെ കണ്ട രീതിയിലായിരിക്കില്ല ഇനി 2020-യെ അവരുടെ വോട്ടർമാരും ഒപ്പം തന്നെ മറ്റു മുന്നണികളും അവതരിപ്പിക്കുക എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇരിക്കുന്നത്. ഇപ്പോൾ അതൊരു ലേബലിലേക്ക് മാറിയിരിക്കുന്നു. ഇതുവരെ എല്ലാ പാർട്ടികളെയും നിശിതമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന പാർട്ടിക്ക് ഇപ്പോൾ അതൊരു ലേബലിലേക്ക് വന്നിരിക്കുന്നു. NDAയിലെ ഒരു കക്ഷിയായി മാത്രം 2020 ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ്. ശരി, നന്ദി സൈഫുനിസ. വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു ആ വിവരങ്ങൾ. എന്തായാലും ഇതിങ്ങനെ ആ പാർട്ടി സാബു എം ജേക്കബിൻ്റെ 2020 എന്ന സംസ്ഥാനത്ത് വലിയ അത്ഭുതാവഹമായിട്ട് വരികയും ചർച്ചയാവുകയും ചെയ്ത ആ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമായിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നുവെച്ചാൽ അരാഷ്ട്രീയത എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഈ 2020-യുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. അതായത് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശരിയല്ല, കുഴപ്പക്കാരാണ്, രാഷ്ട്രീയ നേതാക്കളാകപ്പാടെയും കുഴപ്പക്കാരാണ് എന്നതായിരുന്നു യഥാർത്ഥത്തിൽ സാബു എം ജേക്കബ് ഈ 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ പുറത്തേക്ക് നൽകിയിരുന്ന സന്ദേശം. ആ സന്ദേശത്തിൽ ആകൃഷ്ടരായിട്ടാണ് ഈ പ്രദേശത്ത് കുറേ ആളുകൾ അദ്ദേഹത്തിനൊപ്പം ചേർന്നത്, ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന നിലയുണ്ടായത്. അരാഷ്ട്രീയത എന്ന് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിലെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള വെറുപ്പ് മാത്രമല്ല, അതോടൊപ്പം നല്ല സൗകര്യങ്ങൾ കൂടെ കിട്ടുന്നു എന്ന നില കൂടിയായപ്പോൾ ഏതെങ്കിലും വിധത്തിൽ എതിർക്കേണ്ടുന്ന കാര്യം അവർക്ക് 2020 ഇല്ലായിരുന്നു. അതാണ് 2020-യുടെ വിജയമായിട്ട്. പലതരത്തിലുള്ള രാഷ്ട്രീയമായ വിശകലനങ്ങൾ ഇതേ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവിൽ ഇത്രയും കാലമായപ്പോൾ എന്തുകൊണ്ട് ഈ പഞ്ചായത്തുകളിലൊക്കെ ഇത് ശക്തമായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ വല്ലാത്ത തോതിൽ രാഷ്ട്രീയ പാർട്ടികളാൽ ഈ സുഘടിതമായിട്ടുള്ള സംവിധാനങ്ങളാൽ അങ്ങേയറ്റം വീർപ്പ് മുട്ടിയിരിക്കുന്ന എന്ന് തന്നെ പറയാവുന്ന ഒരു നാടാണ്. അതായത് വല്ലാത്ത തോതിൽ രാഷ്ട്രീയ ചർച്ചകൾ എല്ലായ്പ്പോഴും നടക്കുന്ന എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും രാഷ്ട്രീയ പാർട്ടികൾ എന്ത് പറയുന്നു, രാഷ്ട്രീയ നേതാക്കൾ എന്ത് പറയുന്നു, CPM എന്ത് പറയുന്നു, കോൺഗ്രസ് എന്ത് പറയുന്നു, ഏറ്റവും ചെറിയ രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും അത് അവരുടേതായിട്ടുള്ള വലിയ ശബ്ദമുണ്ടാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, ഒരു പൊതു അന്തരീക്ഷം, സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളെയും വെച്ച് അളന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ സ്വാധീനശേഷിയുള്ള ഈ പാർട്ടികൾ, കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ വലിയ തോതിൽ ചർച്ചകളൊക്കെ നടത്തുന്ന ഒരു നാടാണിവിടെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവയോടുള്ള ഒരു ചെറിയ എതിർപ്പൊക്കെയുള്ള ആളുകൾക്ക് കൂടിച്ചേരാവുന്ന ഒരു നിലമാണ് ഇദ്ദേഹം ഒരുക്കിയിരുന്നത് 2020-യിലൂടെ. ആ പ്രത്യേക പ്രദേശത്താണെങ്കിൽ തന്നെയും അവിടെ മറ്റ് പല പാർട്ടികളിലും പ്രവർത്തിക്കുകയും അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ആളുകളെ അദ്ദേഹം കൂടെ നിർത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ സമ്പത്ത്
വലിയ തരത്തിലുള്ള സമ്പത്ത് എന്നൊരു കാര്യം കൂടിയായിരുന്നു. സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ രീതികളായിരുന്നില്ല ഈ 2020 ഉണ്ടായിരുന്നത്. സാധാരണ രാഷ്ട്രീയ നേതാക്കളുടെ രീതികളെ ആയിരുന്നില്ല. ഒരു പാൻറ്റും ഷർട്ടും നടക്കുന്ന ഒരു മുതലാളി എന്നായിരുന്നു. അല്ലാതെ നമ്മുടെ നാട്ടിൽ കണ്ടുപരിചയിച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ രീതികളായിരുന്നില്ല സാബു എം ജേക്കബിന് ഉണ്ടായിരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ എതിർക്കുകയാണ് എന്ന ഒരു പൊതുചിത്രം പുറത്തേക്ക് വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിദ്വേഷമൊന്നും ഉണ്ടാകേണ്ടതില്ലാത്ത ഒരു അരാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് അതോട് ചേർന്ന് നിൽക്കാൻ ആളുകൾക്കൊരു താല്പര്യമുണ്ടായി. അത് സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഇന്നു മുതൽ ആ സംഗതി മാറുകയാണ്. അതായത് അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്തായിരുന്നോ അരാഷ്ട്രീയത എന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാറിയിട്ട് അവർ രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാവുകയാണ്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയാണ്, ഒരു രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമാവുകയാണ്, അതൊരു രാഷ്ട്രീയ പാർട്ടി തന്നെയുമായിട്ട് മാറുകയാണ്. BJPയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനെതിരായുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്തം സാബു എം ജേക്കബിൻ്റെ 2020 വരികയാണ് ചെയ്യുക. ഇത്രയും നാൾ നിന്നിരുന്ന ആളുകൾ രാഷ്ട്രീയമായിട്ട് BJPയുടെ എതിർപ്പ് വന്നാൽ ഇവരെ ഉപേക്ഷിച്ച് പോകുന്ന നിലയുണ്ടാകും. അതുകൊണ്ട് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിലനിൽക്കുന്ന അതേ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ കേരളത്തിൽ ഈ 2020 എന്ന സാബു എം ജേക്കബിൻ്റെ കോർപ്പറേറ്റ് പാർട്ടി കൂടെ ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചാൽ അതൊരു കോർപ്പറേറ്റ് പാർട്ടി, ഒരു അരാഷ്ട്രീയ പാർട്ടി എന്ന സംഗതിയിൽ നിന്ന് മാറിയിട്ട് അത് നമ്മുടെ നാട്ടിലെ സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ ആ ഗ്രൗണ്ട് ലെവലിൽ നിന്നിട്ടൊരു ലെവൽ പ്ലേയിങ് ഫീൽഡിൽ നിന്ന് കളിക്കാനുള്ള നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അവിടെ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ദുർബലമായ മുന്നണിയുടെ, ഏറ്റവും ശക്തി കുറഞ്ഞ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ഈ ശ്രീനിജനെ പോലുള്ള എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ പ്രസക്തമായതായിട്ട് നമുക്ക് തോന്നുക. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടൊരു മുതലാളിയാണ്, ഒരു ബിസിനസ്സുകാരനാണ് എന്ന നിലക്ക് BJPയുടെ സൗകര്യം, കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നുള്ള സൗകര്യം അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPക്കെതിരായിട്ട് കേരളത്തിൽ പൊതുവിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും എല്ലാം ഇദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടതായിട്ടും വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇപ്പോഴത്തെ നിലക്ക് ക്ഷീണിക്കുകയല്ലേ ചെയ്യുക എന്ന ഷിയാസും ശ്രീനിജനും, രണ്ട് മുന്നണികളുടെ ഭാഗമായിട്ടുള്ള ആളുകൾ, ഇടതിൻ്റെയും വലതിൻ്റെ ആളുകൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണല്ലോ എന്ന തോന്നലാണ് നമുക്കിപ്പോൾ ഉണ്ടാവുക. സാബു എം ജേക്കബ് എന്ന വ്യക്തിക്ക്, ബിസിനസ്സുകാരന് ഗുണം ചെയ്യുന്നതാണ് കേന്ദ്ര സർക്കാരിൽ 12 വർഷമായിട്ട് ഭരിക്കുന്ന അതിശക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണിയുടെ ഭാഗമായി ചേരുന്നു എന്നതിലുള്ള കാര്യം. പക്ഷേ 2020 എന്ന രാഷ്ട്രീയ പാർട്ടി ആയി മാറിയ ഈ സംവിധാനത്തിൽ ഉള്ള മറ്റുള്ളവർക്ക് എന്താകും ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. എന്ന് മാത്രമല്ല, ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നിലമിളകിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ആളുകൾ കൂടെ അവരവരുടെ ആദ്യം ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകില്ലേ എന്ന നില നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എന്ന് മാത്രവുമല്ല, ഇവിടെ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ച് കുറെ കൂടെ വിശദമായിട്ടും രാഷ്ട്രീയ പരമായിട്ട് വിശദീകരിക്കേണ്ടുന്ന ചുമതല ഈ 2020യുടെ മുതലാളിയായിട്ടുള്ള ഈ സാബു എം ജേക്കബിന് വരികയും ചെയ്യും. അത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും എന്താണ് ഉണ്ടാവുക എന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട സാബു ജേക്കബിൻ്റെ കോർപ്പറേറ്റ് ബുദ്ധിയിൽ തെളിഞ്ഞ ആശയമാണോ, BJPയുടെ തന്നെ ഡിസൈനാണോ ഈ മുന്നണി പ്രവേശനമെന്ന് നമുക്കിപ്പോൾ അറിയില്ല. പൊതുവെ രാഷ്ട്രീയ കക്ഷികളെ രൂക്ഷമായി വിമർശിക്കുന്നയാളാണെങ്കിലും BJPക്ക് അങ്ങനെ അപ്രിയനായിരുന്നില്ല സാബു ജേക്കബിൻ 2020 നേരത്തെ മുതൽ തന്നെ. കേരളം വ്യവസായ സൗഹൃദ ദേശമല്ല എന്ന വാദമുയർത്തുന്ന സാബു ജേക്കബിനെ എക്കാലവും BJP രഹസ്യമായും ഇടയ്ക്കൊക്കെ പരസ്യമായും സഹായിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് വൈകുന്നേരം പറഞ്ഞതുപോലെ 2020 NDA മുന്നണിയിൽ ചേർന്നത് അവരുടെ സ്വാഭാവിക പരിണാമമാകാം. നിയമപരമായി നിർബന്ധമായും ചെലവഴിക്കേണ്ട CSR ഫണ്ട് കരുണയും സൗജന്യവും എന്ന മട്ടിൽ നൽകിയാണ് 2020 ചുവട് ഉറപ്പിച്ചത് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. ബിസിനസ് ലാഭത്തെയും രാഷ്ട്രീയ അധികാരത്തെയും പരസ്പര പൂരകങ്ങളായി ഉപയോഗിക്കുന്ന സാബുവിന് BJP കൂട്ടുകെട്ട് ലാഭമാകുമോ നഷ്ടമാകുമോ എന്ന് വരും കാലം തെളിയിക്കട്ടെ. പുതിയ കൂട്ടുകെട്ട് 2020 ആരാധകരായ മധ്യകേരളത്തിലെ മധ്യവർഗ വോട്ടർമാരിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നറിയാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം. അടുത്ത വിഷയത്തിലേക്ക്